ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ഈവനിങ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരു മസാല വടയുടെ റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം നമുക്ക് മസാല വടയുടെ റെസിപ്പി നോക്കാം. എന്നിട്ട് നമുക്ക് ബീച്ച് വിശേഷങ്ങളും കൂടെ കാണാം. അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂറാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാട്ടോ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കടലപ്പരിപ്പൊക്കെ വെള്ളത്തിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാലകൾ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കറാമ്പൂവും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ ഒരു 3-4 ഉണക്കമുളകും ഒരു 1/2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ പൊടിച്ച് വെച്ച മിക്സിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കടലപ്പരിപ്പ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം കൂടാതെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പൊതിർത്ത് വെച്ചുകൊണ്ട് ചെറുതായിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതാക്കി നുറുക്കിയതാണ്. പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില കൂടുതൽ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിട്ട് ഉണ്ടാവും. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി നുറുക്കിയതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം കൈയായിട്ട് തന്നെ നല്ല നിരടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് ഇനി വേണമെങ്കിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ഇതിൽ കുറച്ച് ചുമന്ന മുളകും പച്ചമുളകും ഒക്കെ ഇട്ടുകൊണ്ടാണ് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത്. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഒന്ന് ചെറുതാക്കി പരത്തിയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കിയിട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ വട പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തീ ചെറുതാക്കി വെച്ചിട്ട് ഈ വട വറുത്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എണ്ണ കുടിക്കും കേട്ടോ. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി പിന്നെ ബീച്ചിൽ പോയിട്ട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ഗ്ലാസ് കടലപ്പരിപ്പിൽ നിന്ന് നമുക്കൊരു 10-30 അങ്ങനെ മസാല വട നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നല്ല പുറമേക്ക് നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് ബീച്ചിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതായതുകൊണ്ട് എല്ലാം എടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മസാല വടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളെ കൂടെ വരുന്ന ഫ്രണ്ട് അവളൊരു ബട്ടറിൻ്റെ കുക്കീസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതെല്ലാം കൂടെ എടുത്തിട്ട് ബീച്ചിൽ പോയിട്ട് ആ ബീച്ച് വൈബും ചായയും കൂടെ കൂട്ടി കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കടലിൽ കുളിക്കുക എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫുട്ബോളും ഒക്കെ. അപ്പോൾ മോളെനിക്ക് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. മോനെ അതിന് ഡിസ്റ്റർബ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നതാണ്.
അപ്പോൾ നമ്മൾ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരും കൂടെ ഉണ്ട് വേറെ വണ്ടിയിൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയി ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പോയിട്ടുള്ളത് ഇവിടെ അടുത്തുള്ള ഫായൽ ബീച്ചിലേക്കാണ്. ഞങ്ങൾ അടുത്തുള്ളത് ഫായൽ ബീച്ചാണ്, അങ്ങോട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അതാ ബീച്ചിലെത്തി. നമ്മളെല്ലാ സാധനങ്ങളൊക്കെ നിരത്തി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടൻ ചായയും കൂട്ടി അടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കേക്കും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല കളിയിലാണ്. ചെറുക്കന്മാരൊക്കെ ബീച്ചിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെൺകുട്ടികളൊക്കെ അവിടെ നമ്മൾ പണ്ടൊക്കെ അപ്പം ചുട്ട് കളിക്കൂലേനോ, അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പിന്നെ കമൻറ്റും കൂടെ ഇതിൻ്റെ താഴെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.